മഴത്തോട് മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന എങ്ങനെയെങ്കിലും ആ വീട് വിട്ട് പോകണമെന്ന് ആശിച്ചുകൊണ്ടിരിക്കുന്ന വൈജയന്തിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് മനു. കുറേ ദിവസമായി അവളെ വന്നിട്ട് പറഞ്ഞിട്ട് പോണെന്ന് ഇതുവരെ ആ വീട്ടിൽ നിന്ന് പോയില്ലേ? മനു പറയുന്നുണ്ട്, നിങ്ങൾ ആ വീട്ടിൽ നിന്ന് അവർ പോകുമ്പോഴത്തേക്ക് മാത്രമേ എൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും വൈജയന്തി പറയുന്നുണ്ട്, നിനക്കാണെങ്കിൽ അല്ലെങ്കിൽ അവളെ കാര്യം പറയുമ്പോൾ ഇത്രയ്ക്ക് കൂടുതലാണ്, നിനക്ക് വിഷമം കാണും, എനിക്കെന്തിനാ അവൾ പോകുന്നതിന് വിഷമം കാണുന്നേ എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ മനു പറയുക, നിങ്ങളാണെങ്കിൽ ഇതിന് പശ്ചാത്തപിക്കേണ്ടി വരും, അത് ഞങ്ങൾ കാണും, ഞങ്ങളെന്ന് വെച്ചാൽ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനു, നീ എന്ന് മുതലാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളെ ആങ്ങളമാരും മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട്, ശിവചേട്ടാ പറഞ്ഞു കേട്ടോ, എന്നെയാണെങ്കിൽ അവൻ പാഠം പഠിപ്പിക്കുമെന്ന് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാലും അവൾ ആ വീട്ടിൽ നിന്ന് പോകുന്നത് അവൻ ഇഷ്ടമില്ല. എങ്കിൽ ഒരു കാര്യം ചെയ്തോ, നീ ഇങ്ങോട്ടേക്ക് കൊണ്ടോ, എൻ്റെ വീട്ടിൽ ഞാൻ പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് വഴിയെ മനസ്സിലാവും ആൻറ്റിക്ക് എന്ന് മനു പറയുന്നുണ്ട്. ഈ സമയത്ത് ശിവൻ്റെ അടുത്ത് പറയുന്നുണ്ട് വൈജയന്തി, എൻ്റെ അടുത്ത് ഇത്രയും നാളായിട്ട് അവ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, പിന്നെ എന്തിനാ അവ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നേ? എന്തോ ഒരു ധൈര്യത്തിൽ സംസാരിക്കും പോലെയാണ് അവൻ പറയുന്നത്. അത് വൈജയന്തി, നിനക്കത് തോന്നുന്നതാ, നിൻ്റെ ഓരോ പെരുമാറ്റം കണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു പോവും, അത് സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശിവൻ പോകുന്നുണ്ട്. ഈ സമയത്ത് ഓർമ്മിക്കുന്നുണ്ട്, അന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവരുള്ള ആ ഒരു സ്നേഹം അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്, അതുകൊണ്ട് മാത്രമാണ് അവ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് ശിവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നുണ്ട്. എന്ത്, അവളെ ഒരു വേലക്കാരി മനുവിന് വേണ്ടി നിങ്ങൾക്ക് ആലോചിക്കാൻ സമ്മതമാണെന്നോ? അത്രയ്ക്ക് അവളെ എന്ത് മഹത്വമാണ് നിങ്ങൾ കാണുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിലാവും വൈജയന്തി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുകയാണ് ശിവൻ. ആ സമയത്ത് വൈജയന്തി പറയുക, നിങ്ങൾ ഇത്രത്തോളം അവളെ പറയണമെങ്കിൽ, ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തോ ഒന്നുണ്ട്, എനിക്കത് അറിയണം എത്രയും പെട്ടെന്ന് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്നൊന്നും അറിയേണ്ട വൈജയന്തി, പതുക്കെ നീ ഇപ്പം അറിഞ്ഞോളും എന്നൊക്കെ പറഞ്ഞിട്ട് ശിവൻ പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ വിളിക്കുന്നുണ്ട്, സ്റ്റാൻലി ജോസഫ് വിളിക്കുക ബാലചന്ദ്രനെ, എനിക്ക് എൻ്റെ മോളെ കാണണം, നിങ്ങൾ ഇത്രത്തോളം പറഞ്ഞല്ലോ, എനിക്ക് കാണണം, അവളോട് സംസാരിക്കണം, അതിനൊന്ന് വഴി ഒരുക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അതോ, ഞങ്ങളാണെങ്കിൽ എല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഷോപ്പിലോട്ട്, അങ്ങോട്ട് വന്നാൽ മതി, വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മോളെ നിങ്ങൾക്ക് കാണാം, പക്ഷേ അവളെ കാണരുത്, നിങ്ങളവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അവളെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ പറയുക. അങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും ബാലചന്ദ്രൻ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാൻലി ജോസഫിനെ ഫോൺ ചെയ്യുക, എവിടെ എത്തി, താമസ സ്ഥലം ശരിയായോ എന്നൊക്കെ അന്വേഷിക്കുകയും അങ്ങനെ ഒരിടത്ത് റൂം എടുത്ത് സ്റ്റാൻലി ജോസഫ് താമസിച്ച് ഇവർ നാട്ടിലെത്തുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ പോകുമ്പോഴത്തേക്കും ആദ്യമായി കണ്ടപ്പോഴത്തേക്കും ദേഷ്യഭാവത്തിൽ നിൽക്കുന്ന ആ സ്റ്റാൻലിയെ കണ്ട് പറയുക, എനിക്ക് ആദ്യം നിങ്ങളെ കണ്ടപ്പോഴത്തേക്കും എനിക്കിതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളന്ന് വെടിവെച്ച് കൊല്ലുമായിരുന്നു, അത്രയ്ക്ക് ദേഷ്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്തുള്ളത്. എന്നാൽ എൻ്റെ ഭാര്യയെ എന്നിൽ നിന്നും മാത്രം എല്ലാം മറച്ചു വെച്ച് എൻ്റെ ഭാര്യ പോലും എന്നെ ചതിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ എന്നിട്ടും നിങ്ങളെ ഞാൻ അത്രയും വെറുക്കുന്ന ആളായിട്ടും ഇത്രത്തോളം നിങ്ങളെ ഇങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോഴും ഇരിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു കാര്യമേ ഉള്ളൂ അലീന, ആ കുട്ടിയുടെ നല്ലൊരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും പറയുക, എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കെൻ്റെ മകളെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ഇതുവരെ എത്തിയത്. എൻ്റെ അച്ഛൻ വരെ പറഞ്ഞു പോണ്ട, കാണണ്ട, എന്തോ ഉദ്ദേശമുണ്ടെന്നൊക്കെ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ വാക്ക് കേട്ട് ഞാനിവിടെ വരണമെങ്കിൽ നിങ്ങളുടെ വാക്ക് കേട്ടില്ല കേൾക്കേണ്ടത്, നിങ്ങളെ മകളാകുമ്പോൾ നിങ്ങൾ വന്ന് കാണേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്വമാണ്. മകളെ കാര്യം നോക്കുക, കൊണ്ടുപോവുകയൊക്കെ നിങ്ങളാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഇത് കേട്ടതും ഉടനെ തന്നെ പറയുക, എനിക്ക് കുറേ പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും താമസിച്ചത്, പക്ഷേ എൻ്റെ മകളല്ലാതാവില്ല, എനിക്ക് കാണണം, കണ്ടു കഴിഞ്ഞ് ഞാൻ അവളെ തിരിച്ചു കൊണ്ടുപോകും,
അത് എന്നിട്ട് ഞാൻ പറയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഗോവർദ്ധൻ വിളിക്കുന്നുണ്ട് ബാലചന്ദ്രനെ. ഗോവർദ്ധൻ പറയുക, കന്ത എവിടെ നിൽക്കുവാന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ സ്റ്റാലിനെ അടുത്തുകൊണ്ട് സംസാരിക്കുക. എന്തായാലും അലീനെ കാണിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രൻ പറയുക, എന്തു വെച്ചാലും കാണട്ടെ, അയാളുടെ മകളല്ലേ, കണ്ട് അയാൾക്ക് പൂർണ്ണ വിശ്വാസം വന്ന ശേഷം അയാളെ മകളാണെന്ന് അറിഞ്ഞ ശേഷവും അതുമാത്രമല്ല പൂർണ്ണ സമ്മതത്തോടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അലീനെ തിരിച്ചങ്ങോട്ട് വിടുകയുള്ളൂ, അല്ലായെങ്കിൽ അവൾ പോണ്ട, ഞാനത് തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഗോവർദ്ധൻ പറയുക, എന്തായാലും ഓരോ കാര്യത്തിനും എപ്പോഴും നീ ഓരോരുത്തരെ ആശ്രയിച്ചിരുന്ന ഇന്ന് നീ ഇത്രയും തൻ്റെ ഇടത്തോടെ സംസാരിക്കണമെങ്കിൽ അത് നിന്നിലുള്ള ദേഷ്യവും വെറുപ്പും മാത്രമാണ്. ആദ്യം ഇതൊന്ന് കഴിഞ്ഞോട്ടെ. സ്റ്റാൻലി ജോസഫിനെ ഒന്ന് ഒതുക്കിയ ശേഷമായി എനിക്ക് അടുത്ത വൈജയന്തി. അവളെ ഞാൻ വെറുതെ വിടില്ല. എന്നെ കരയിപ്പിച്ചതിൻ്റെയും എന്നെ വേദനിപ്പിച്ചതിൻ്റെയും പകുതി മടങ്ങ് ഞാൻ അവളെ വേദനിപ്പിക്കും എൻ്റെ മുന്നിലിട്ട്. അതാ എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. അതിനി ഈ ഒരു കാര്യം കഴിഞ്ഞ ശേഷമേയിരിക്കും ഞാൻ അവളെ നേരിട്ട് പോകുന്നത്. അപ്പോഴാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്നൊക്കെ ഗോവർദ്ധനടുത്ത് പറയുന്നുണ്ട്. ഈ സമയത്ത് ഗോവർദ്ധൻ പറയുക, ഇനി എന്തിനാ നിങ്ങൾ ചുമ്മാ വഴക്കുണ്ടാക്കുന്നേ? അതിൻ്റെ ഒരു ആവശ്യവുമില്ല. അലീന അവൾ അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിരുന്നാലും നിങ്ങൾ സന്തോഷമായിട്ട് ആ വീട്ടിൽ ജീവിക്കണം, അതെ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഗോവർദ്ധൻ. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുക, എൻ്റെ അടുത്ത് കാണിച്ചു തന്നു ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ ഇത്രയും വർഷം എന്നെ വെറുപ്പിച്ചും എന്നെ ഈ വീട്ടിൽ ഒരു പട്ടി പോലെ ഇട്ടിരുന്നിട്ട് ഞാനൊന്നും അറിയാതെ ഒരു കഴിഞ്ഞ മണ്ടനായിരുന്നില്ലേ, അതെനിക്ക് അവളെ ബോധ്യപ്പെടുത്തണം ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം കൊണ്ട്. അതുമാത്രം എനിക്ക് ഇപ്പോൾ ഉള്ളൊരു ചിന്തയുള്ളൂ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ബബിതയും കൃഷ്ണയും എല്ലാവരുമായിട്ട് ഷോപ്പിലിട്ട് വരാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് മനു വരുന്നുണ്ട്. മനു എന്ന് പറയുക, എന്താ ഞാൻ നിന്നെ കണ്ടിട്ടാണോ അകത്തേറി പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. അയ്യോ ഇല്ല, ഞാൻ കണ്ടില്ലായിരുന്നു, ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോകാൻ നിൽക്കുക, എങ്ങോട്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഷോപ്പിലാണ്, ചേച്ചിക്ക് 2-3 ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണം എന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് മനു പറയുന്നുണ്ട്, ഞാനും കൂടെ വരാം നിങ്ങളുടെ കൂട്ടത്ത്, എന്താ വിരോധമുണ്ടോ? ഇല്ല, കൂടെ വരാൻ വേണ്ടി പറയുന്നുണ്ട് അലീന. അങ്ങനെ എല്ലാവരും കൂടെ ഷോപ്പിലോട്ട് പോകാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. അങ്ങനെ വന്ന് അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തു നോക്കുന്ന രീതിയിൽ അലീനയെ കണ്ട് ഞെട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് തൻ്റെ മകളെ മനസ്സിലാവുകയും അതുപോലെ തന്നെ എന്തോന്നില്ലാത്ത ഒരു ഞെട്ടലായിപ്പോയി എന്ന് ബാലചന്ദ്രൻ ഗോവർദ്ധൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ബാലചന്ദ്രനും അടുത്ത് നിൽപ്പുണ്ട്. എന്നാൽ അയാളുടെ ആ നിപ്പ് കണ്ടിട്ട് ബാലചന്ദ്രൻ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്താ നിങ്ങൾ ഞെട്ടിപ്പോയോ? ആദ്യമായിട്ട് മകളെ കണ്ടതുകൊണ്ടല്ലേ ഇത്രയും വർഷം ആ കുട്ടി ഒരു അനാഥയെ പോലെ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇത്രയൊരു മനസാക്ഷി ഇല്ലാത്ത ആളായിപ്പോയില്ലേ? എന്നാലും അറിഞ്ഞില്ലല്ലോ ഞാൻ ഇങ്ങനൊരു മകളിവിടെ ഉണ്ടെന്ന്. എന്നാൽ നിങ്ങൾ ഒരിക്കൽ പോലും അന്വേഷിച്ചിട്ടുമില്ല അല്ലേ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല. എനിക്കാണെങ്കിൽ വിഷമവും എന്നെ ഇനി ഓരോ രീതിയിൽ പറഞ്ഞ് എന്നെ ഇനി വിഷമിപ്പിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനയെ കാണുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ എന്നിട്ട് വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഞാൻ എൻ്റെ മകളെ കണ്ടു അച്ഛാന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ അച്ഛനെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ അവിടുത്തെ അമ്മച്ചി പോലെ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ വയ്ക്കുന്നുണ്ട്. അവരും വിഷമത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബാലചന്ദ്രൻ വന്ന്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇനിയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ മകളാണെന്ന് ബോധ്യമായോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലായി, എൻ്റെ അമ്മച്ചി തന്നെയാണ്, എൻ്റെ അമ്മച്ചിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ബാലചന്ദ്രനടുത്ത് പറയുന്നുണ്ട്. എന്നാൽ കണ്ട് ശരിക്കും ഞെട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. എന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അലീന പോകുന്നതും മനുവായിട്ട് സംസാരിക്കുന്നതും ഒരുമിച്ച് പോകുന്നതും എല്ലാം കണ്ടുകൊണ്ട് സ്റ്റാൻലി ജോസഫ് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഗോവർദ്ധൻ വരുന്നുണ്ട്. ഗോവർദ്ധൻ അവിടെ വന്നിട്ട് പറയുക ബാലചന്ദ്രൻ്റെ അടുത്ത്, എന്തായാലും അവർ തമ്മിൽ കണ്ടുമുട്ടിയല്ലോ, ഇനിയാണെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഇവിടുന്ന് പോകാനുള്ളത്. എന്തായാലും
മനസ്സുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതി എന്നല്ല നീ പറയേണ്ടത്. അയാൾക്ക് പൂർണ്ണ സമ്മതത്തോടെ മകളായിട്ട് അംഗീകരിച്ച് ആ വീട്ടിൽ നല്ല രീതിയിൽ കഴിയാൻ പറ്റുമെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അത് കേട്ടതും പക്ഷേ അയാൾ ശരിക്കും ഇപ്പോൾ ഞെട്ടിയാണ് നിൽക്കുന്നത് അലീനയെ കണ്ട്. എന്തായാലും മകളല്ലാതാവില്ലല്ലോ. അവരാണെങ്കിൽ വിഷമം കാണുമല്ലോ, കാണാതിരുന്ന് കാണുന്നതല്ലേ. അയാളും അറിഞ്ഞില്ല മകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴത്തേക്കും മനസ്സിലായപ്പോഴത്തേക്കും അയാൾക്ക് ഇനി മറക്കാൻ പറ്റില്ല ഒരിക്കലും. അത്രയ്ക്ക് ആത്മബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഗോവർദ്ധൻ പറയുന്ന കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുക, ഇതൊന്നും കാണാൻ വേണ്ടി ഇനി അടുത്ത് അലീനയായിരിക്കേണ്ടത്. അലീന ഇനി എവിടെയോടുന്ന് പോകുമ്പോഴത്തേക്ക് ആ നഷ്ടത്തെ ആലോചിച്ച് ചിന്തിച്ച് അവൾ ദുഃഖത്തെ ഞാൻ കാണേണ്ടിയിരിക്കുന്നു. ഇനി കാണേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും ക്രൂരമായ മനസ്സ് പാടില്ല എന്നൊക്കെ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഇത്രയും ചെയ്താലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ എന്നൊക്കെ ബാലചന്ദ്രൻ ഗോവർദ്ധൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അച്ഛനും ഡ്രസ്സ് എടുക്കുന്നില്ലേ, സെലക്ഷൻ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാണാതെ അലീന സ്റ്റാൻലി ജോസഫ് അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ടും തൻ്റെ മകൾ അടുത്ത് നിന്നിട്ടും പോവാൻ പറ്റുന്നില്ലോ എന്നൊരു ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. എന്നിട്ടും പറയുന്നുണ്ട്, ഇനി വീട്ടിലേക്ക് ഞാൻ വരും, എനിക്ക് അവിടെ വെച്ച് സംസാരിക്കണം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത്. അങ്ങനെ ആദ്യം കണ്ട ഞെട്ടലിൽ തന്നെ ഇപ്പോഴും അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്.